ടിപ്പ് നമ്പർ 2 പറയുമ്പം 2024 സ്കീമുകാർക്ക് കുറച്ച് വിഷമം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്റെ ബിടെക് ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടിപ്പായിരുന്നു ഇത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എത്ര നല്ലോണം വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുന്നോ അത്രയും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള പോസിബിലിറ്റീസും കൂടുതലായിരുന്നു. ഇപ്പോ നമ്മൾ 10th 12th ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളോട് ഇങ്ങനെ പറയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, പക്ഷെ അപ്പൊ നമുക്ക് അതൊന്നും ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടായിന്ന് വരില്ല. പക്ഷെ നമ്മൾ കോളേജിൽ കയറുന്ന സമയത്ത് ഇപ്പോ 10th 12th ഒക്കെ നമ്മൾ നല്ലോണം പഠിച്ചു, കുറച്ച് ടൈം മാത്രമൊക്കെ ഉള്ളായിരിക്കും നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ ഉള്ളൂ. പക്ഷെ നമുക്ക് കോളേജ് വൈബ് എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കും. ആ ഒരു പരീക്ഷ സമയത്ത് മാത്രമാണ് നമ്മൾ പഠിക്കാൻ നോക്കുക. അപ്പൊ അങ്ങനത്തെ സ്റ്റുഡൻസിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല യൂസ്ഫുൾ ആണ്. ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയുവാണെങ്കിൽ 5 മോഡ്യൂൾ ആയിരുന്നു ഞങ്ങൾക്കുള്ളത്. അപ്പൊ ഞാൻ അതിലൊരു തേർഡ് മോഡ്യൂൾ വരെ, തേർഡ് മോഡ്യൂൾ ഓർഡറിൽ പോകണമെന്നില്ല, ഒരു 3 മോഡ്യൂളൊക്കെ ഞാൻ ഭയങ്കര നല്ലോണം പഠിക്കും. എന്നിട്ട് ഒരു 2 മോഡ്യൂൾ ഭയങ്കര പറന്നാ പോകേണ്ടത്, ചുമ്മാ PDF ഒക്കെ എടുത്തിങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഈ ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇത്ര ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യമൊക്കെ. പക്ഷെ നിങ്ങൾ 2024 സ്കീമാർ പേടിക്കണ്ട. നിങ്ങൾക്ക് ഇപ്പൊ ചാറ്റ് ജി പി ടി ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. അപ്പൊ ഞങ്ങളാണെങ്കിൽ പോലും പഠിക്കുന്ന കാര്യങ്ങള് ക്ലാസ്സിൽ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും മിക്കതും ചാറ്റ് ജി പി ടി വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ചാറ്റ് ജി പി ടി നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് കിട്ടും, മാത്സ് ആയിക്കോട്ടെ ഗ്രാഫിക്സ് ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ അതാണ് ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 3 കേൾക്കാം.